சக்தி நான் உன்னை விரும்பல, உன் மேலே ஆசைப்படலை, நீ அழகாக இருக்க கூட நினைக்கல, ஆனால் அதெல்லாம் நடந்துருமோன்னு பயமாக இருக்கு, யோசிச்சு சொல்லு. ആർമാധവൻ ശാലിനിയോട് പറഞ്ഞ ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അലൈപ്പായത് എന്ന് പറയുന്ന സിനിമയിലാണ് 2000 പുറത്തിറങ്ങിയ സിനിമ, ആർമാധവൻ്റെ ഫസ്റ്റ് തമിഴ് മൂവി. അപ്പോൾ അന്ന് ഇത് പ്രണയ ജോഡികൾക്കിടയിലൊക്കെ വലിയ എന്താ പറയുക ലഹരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ 2006 ബോണാണ് ഇനി. പക്ഷെ ഇന്നും ആ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ സിനിമയുടെ ഡയറക്ടറും ആ സിനിമയ്ക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതന്നെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത് 2000 പുറത്ത് ഇറങ്ങുന്നത്. മണിരത്നം ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ആർമാധവനാണ് അഭിനയിച്ചിരിക്കുന്നത്, ശാലിനിയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്, നായിക ശാലിനിയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശാലിനി ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, ശക്തി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഈ ശക്തി എന്നുള്ള ക്യാരക്ടർ ചെയ്യാൻ നേരത്തെ എന്താ പറയുക സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ ഒരു നടി ഉണ്ടായിരുന്നു, വസുന്ധര ദാസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ചിലപ്പോൾ. രാവണപ്രഭു എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിൽ നായിക. അവരെയാണ് ആദ്യമായിട്ട് ശക്തി എന്നുള്ള ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി കാസ്റ്റ് ചെയ്തത്. പക്ഷെ പിന്നീടാണ് ശാലിനി വരുന്നത്. ഈ സിനിമയുടെ അവസാനം വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, അരവിന്ദ സ്വാമി എന്ന് പറയുന്ന അരവിന്ദ സ്വാമി ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് മണിരത്നം ആക്ച്വലി ഷാറൂഖ് ഖാൻ്റെ അടുത്തും മോഹൻലാലിൻ്റെ അടുത്തും മമ്മൂട്ടിയുടെ അടുത്തൊക്കെ ആ ക്യാരക്ടർ ചെയ്യുമോ എന്ന് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഷാറൂഖ് ഖാൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ഈ സിനിമയിലാകെ 9 സോങ് ആണുള്ളത്, 9 പാട്ടുകൾ. ഇത് ചെയ്തിരിക്കുന്നത് AR റഹ്മാനാണ്. പക്ഷെ ആദ്യം AR റഹ്മാൻ ഈ സിനിമയിൽ ആദ്യം പാട്ടുകൾ ഉണ്ടായിരുന്നില്ല, ആൻഡ് ആ പാട്ടുകൾ ചെയ്യാനിരുന്നത് AR റഹ്മാൻ ആയിരുന്നില്ല. ഇതിൻ്റെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറോ അങ്ങനെ എന്തോ മാത്രമായിരുന്നു AR റഹ്മാൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ അത് മാത്രമായിരുന്നു AR റഹ്മാൻ്റെ ജോലി. പക്ഷെ പിന്നീടായിരുന്നു ഈ 9 പാട്ടുകളും വന്നത്. ആൻഡ് ആ 9 പാട്ടുകളും ഇന്നും ഹിറ്റാണ്. ഓക്കെ, പച്ചൈ നിറമേ എന്നൊക്കെ ഉള്ളൊരു പാട്ടുണ്ട്, സ്നേഹിതനെ, അങ്ങനെയൊക്കെ ഓരോ പാട്ടുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത് വേറെ ലെവല്. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോഴാണ് ആ സിനിമയ്ക്ക് ഒരു ഇതായത്. ഇനി അതിൽ തന്നെ വേറെ ഒരെണ്ണമുണ്ട്, ഈ മ്യൂസിക് ആൽബം ഉണ്ടല്ലോ, അന്ന് കാലത്ത് 6 ലക്ഷം കാസറ്റുകൾ വിറ്റിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയാസിലല്ലല്ലോ അന്ന് കാസറ്റ് ആയിരുന്നു. 6 ലക്ഷം കാസറ്റാണ് ഈ സിനിമയിലെ മ്യൂസിക് ആൽബം വിറ്റത്. കാർത്തിക് എന്ന് പറയുന്ന സിംഗറിന് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇന്ന്, പക്ഷെ അന്ന് അറിയത്തില്ല. കാർത്തിക് എന്ന് പറയുന്ന സിംഗറിൻ്റെ ആദ്യം, അതായത് ഒരു ഫിലിം കരിയറിൽ, പുള്ളിയുടെ കരിയറിലെ ആദ്യത്തെ പാട്ടായിരുന്നില്ല, ഈ കോറസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെയ്തത് ഈ സിനിമയിലായിരുന്നു. പിന്നെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്ന വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സിനിമയ്ക്ക് അങ്ങനെ ഒഫീഷ്യൽ ലോഞ്ച് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിനിമ സംഭവിക്കുന്ന ഒരു പ്രൊജക്ട് വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയാസിലെല്ലാം നിന്ന് ഭയങ്കര പബ്ലിസിറ്റി എല്ലാം കൊടുത്ത് ആ സിനിമയെ തുടക്കത്തിൽ തന്നെ ഭയങ്കര പബ്ലിസിറ്റി കൊടുക്കാൻ ശ്രമിക്കില്ലേ. പക്ഷെ അന്ന് കാലത്ത് ഈ സിനിമ ഒരു പബ്ലിസിറ്റി ഇല്ലാതെ, അതായത് ഒരു ഒഫീഷ്യൽ ലോഞ്ച് ഇല്ലാതെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആക്ച്വലി വേറൊരു ഇതും കൂടെ ഉണ്ട്, അതായത് ആർമാധവൻ മണിരത്നത്തിൻ്റെ തന്നെ വേറൊരു പടം ഉണ്ടായിരുന്നു ഇതിന് തൊട്ട് മുന്നേ ഇറങ്ങിയത്. ഐ തിങ്ക് 97 ഇരുവർ എന്ന് പറയുന്നൊരു മൂവി ഉണ്ട്, മോഹൻലാൽ അഭിനയിച്ച ഒരു പടം, കുറച്ച് പൊളിറ്റിക്കലൊക്കെ ആയിട്ടുള്ള. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ സിനിമ? ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിലേക്ക് ആർമാധവനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പ്രായം കുറവായത് കൊണ്ടോ അങ്ങനെ എന്തോ ഒരു കാരണത്തിൽ മാറ്റി നിർത്തുകയും, പക്ഷെ 2000 കറക്റ്റ് ഈ ഒരു ചാൻസിലോട്ട് ആർമാധവൻ വരികയും ആർമാധവൻ ട്രെൻഡിങ് ആവുകയായിരുന്നു ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോഴും ഭയങ്കര സക്സസ് ആണ്, ഭയങ്കര സൂപ്പർ പടമാണ്, ഇപ്പോഴും എന്താ പറയുക നമുക്ക് കാണാൻ ഒരു മടുപ്പില്ലാത്ത പടമാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ IMDbയിൽ ഇതിൻ്റെ റേറ്റിംഗ് 8.3 ഔട്ട് ഓഫ് 10 ആണ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് മണിരത്നം തന്നെയാണ്, പക്ഷെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് മണിരത്നവും സെൽവരാജ് എന്ന് പറയുന്ന വേറൊരു വ്യക്തിയും കൂടെയാണ് കഥ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ സെറ്റിങ് കഥയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് ചെന്നൈയിലാണ് കഥ നടക്കുന്നത്. ചെന്നൈയിലെ മാത്രമല്ല, ചെന്നൈയിലെ സ്പെഷ്യലായിട്ടുള്ള സബർബൻ ട്രെയിൻ ഉണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ട്രെയിൻ, ആ ട്രെയിനിന് ഇതിൽ വല്ലാത്ത പ്രാധാന്യമുണ്ട്. ഒരു സീനൊക്കെ ഉണ്ട്, അതായത് ഈ ആർമാധവൻ ശാലിനിയെ കാണുന്നൊരിതുണ്ട്. ആർമാധവൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് കാർത്തിക് വരദരാജൻ എന്നാണ്, ശാലിനി ചെയ്തത് ശക്തി. അപ്പോൾ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്ന ഒരു സീനൊക്കെ ഉണ്ട്, അത് ഈ ലോക്കൽ ട്രെയിനിൽ വെച്ചിട്ടാണ്. കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് AR റഹ്മാൻ്റെ, അടിപൊളി.
ഓക്കെ, ഇനി ഈ സിനിമയുടെ ചെറിയ തീമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായത്, അതായത് കല്യാണത്തിന് മുന്നേ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നവരാണ്. കല്യാണത്തിന് മുന്നേ പ്രണയിക്കുമ്പോഴെല്ലാം ഭയങ്കര സ്മൂത്തായിരിക്കും, അടിപൊളിയായിരിക്കും, ഭയങ്കര ഫീലിങ്ങും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടും ആ പ്രണയം നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അതിൽ ഞാൻ മറ്റ് യൂട്യൂബ് വീഡിയോയിൽ കണ്ട ഒരു കാര്യമാണ്, അതായത് ഇവർ കല്യാണം കഴിച്ചതിന് ശേഷം, സിനിമയിൽ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു വീട്ടിലോട്ട് താമസം മാറുന്നുണ്ട്. ആ വീടാണെങ്കിൽ പകുതി പണി കഴിഞ്ഞ വീടാണ്, ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ. അതാണെങ്കിൽ ഫർണിഷ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളൊരു വീടാണ് അത്. അപ്പോൾ അത് ഈ ഞാൻ കണ്ട യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് അവർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. എത്രമാത്രം സത്യാവസ്ഥയുണ്ട് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഇതിൻ്റെ അവാർഡ് അല്ലെങ്കിൽ ഇതിൻ്റെ നേട്ടങ്ങളെ പറ്റി പറയുന്ന സമയത്ത് 2001 ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇതിൻ്റെ പ്രീമിയർ ഉണ്ടായിരുന്നു. അത് വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലേ. പിന്നെ തമിഴ്നാട് ഫിലിം അവാർഡ്സും ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവാർഡിനുപരി സിനിമയുടെ സ്റ്റോറി, ആക്ടേഴ്സ്, മാധവൻ, നടി, അപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ സിനിമ അടിപൊളിയായി നിൽക്കുന്നത്. പിന്നെ AR റഹ്മാൻ, അത് ഓക്കെ, അത് എന്താ പറയുക, പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഡയലോഗ് ശക്തി நான் விரும்பல, உண்மையில ஆசைப்படல, நீ அழகா இருக்கன்னு நினைக்கல, ஆனா இதெல்லாம் நடந்துருமோன்னு பயமா இருக்கே, யோசிச்சு சொல்லு. അതൊക്കെയാണ് സിനിമയുടെ ഒരു ഔട്ടർ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ പോയി കണ്ടോ. സൂപ്പർ പടം. സമയമാണെങ്കിൽ കുറച്ച് വാങ്ങിച്ചിട്ട് കണ്ടോ, എന്നാലും ഒരു നഷ്ടമില്ല. പക്ക റൊമാൻറ്റിക് പടം വിത്ത് സം മ്യൂസിക്, അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. സൂപ്പർ പടം. കാണാൻ പറ്റുന്നവരൊക്കെ പോയി കണ്ടോളൂ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ അത് ഇപ്പോൾ കാണുന്നത് 3ാമത്തെ പ്രാവശ്യമാണ്. ഈ ഒരു വർഷത്തിൽ ഞാൻ കാണുന്നത് 3ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ അത്രയുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ പോയി കണ്ടോളൂ. അപ്പോൾ അടുത്ത ആഴ്ചയ്ക്കുള്ള പടം എന്ന് പറയുന്നത് നായകനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നോക്കട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമ. ഏതായാലും അടുത്ത ആഴ്ചയും വരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക. മാധവൻ ഫാൻസിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. 2K കിഡ്സിന് എല്ലാവർക്കും ഷെയർ പോട്ടെ. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കണ്ടിട്ട് പോകരുത്, വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.